ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെറിയൊരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഈ കണക്കുകൾ കേട്ടാൽ സാധാരണക്കാരായ ആരും ഞെട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് എന്തിന് ഇത്രയും പണം ചെലവാക്കി? അതായത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കട്ടിലും മെത്തയും വാങ്ങിക്കാൻ അവിടെ ചെലവായ പൈസ 1,11,365 രൂപ. ഒരു കട്ടിലും ഒരു മെത്തയും ഒരു ദിവസം കിടക്കാൻ വാങ്ങിയ ഒരു കട്ടിലിന്റെ വിലയാണ് കേൾക്കുന്നത്. അതുപോലെ ടാക്സി സംവിധാനത്തിനായി 11 ലക്ഷം രൂപ. അതുപോലെ ഡീസലിന് 7.5 ലക്ഷം രൂപ. വളരെ ചുരുങ്ങിയ ഒരു ചെലവ് അല്ലേ? അല്ല, നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നൊരു വലിയൊരു സംഗമം നടത്തി. അതിനകത്ത് പിണറായി വിജയൻ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹം അത് എതിർക്കാതെ എനിക്കപ്പുറത്തേക്ക് ഇനി വലിയൊരു വിശ്വാസിയില്ല എന്നുള്ള മറ്റുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. നമുക്കറിയാം എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം LDF നടത്തിയത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം LDFന്റെ കാലഘട്ടത്തിലാണ് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് CPM ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് വാസുവും പത്മകുമാറും ഒക്കെ എന്തിനാണ് ജയിലിൽ കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് 2 കട്ടളപ്പാളി എടുത്തതിനല്ല, ആ കട്ടളപ്പാളിയിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറും വാസുവും ഒക്കെ ഏത് പാർട്ടി ആയിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടനെഞ്ചോട് ചേർത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പത്മകുമാറൊക്കെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ അന്ന് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇത് നടന്നിരുന്നു. ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതായിരുന്നു. എനിക്കൊന്നു അയ്യപ്പനെ അനുഗ്രഹിച്ചു വിട്ടാന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണപ്പെട്ട ഭക്തരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ദൈവമേ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അയ്യപ്പൻ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവർക്കും, അതായത് പശ്ചാത്തപിക്കുന്നവരുടെ തെറ്റുകൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും വിശ്വാസം. അങ്ങനെയാണ് പശ്ചാത്തപിക്കുന്നവരുടെ തെറ്റുകൾ ഇല്ലാതെ ആയി പോകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് ഈ പറയുന്ന ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ ഭക്തരെയും ചേർത്ത് പിടിച്ചോളാം. പക്ഷെ ഒരൊറ്റ ഭക്തർ പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഭക്തരുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് സഖാവ് പിണറായി വിജയൻ അയ്യപ്പനായി മാറുന്ന അത്യപൂർവ നിമിഷം നമ്മളെല്ലാവരും കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് വലിയ വെല്ലുവിളികളാണ്. സ്വാഭാവികമാണല്ലോ, ഒരു ദൈവപുത്രനാണല്ലോ. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്വാഭാവികമായും കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടക്കേണ്ടി വരും. അല്ല, എനിക്ക് അതല്ല മനസ്സിലാകാൻ. ഇപ്പോൾ ഒരു പദ്ധതി ഒളിപ്പിക്കാൻ വേണ്ടി മറ്റൊരു പദ്ധതി ചെയ്യുന്നു. പക്ഷെ അവിടെ ഈ കട്ടിലിനൊക്കെ 1,11,000 രൂപ എന്ന് പറയുമ്പോൾ കട്ടില് സ്വർണം കൊണ്ടാണോ നിർമ്മിച്ചത് എന്നുള്ള ചോദ്യം സാധാരണപ്പെട്ട മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവും. കാരണം ശബരിമലയിൽ നിന്നും കുറച്ച് സ്വർണം കാണാതെ പോയിട്ടുണ്ട്. അതിൽ നിന്നെങ്ങാനും കുറച്ചെടുത്തുകൊണ്ട് കട്ടിലോ മറ്റോ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതെ, അവിടെ ഒരു ദിവസത്തേക്കിന് കട്ടിലും മെത്തയ്ക്കുമാണ് ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന തുക. അതുകൂടാതെ അന്നോളം നടത്താത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. നടത്താത്ത ഭജനയ്ക്ക് വേണ്ടിയിട്ട് 8 ലക്ഷം രൂപയോളം എഴുതിയെടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം, ഇതൊക്കെ ഈ പറഞ്ഞ പരിപാടിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ മറ്റൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. അതായത് നടക്കാത്ത പരിപാടിയിൽ കാശടിച്ചു മാറ്റിയത് പരിപാടിയുടെ ഭാഗവും അല്ല, ഇവിടെ ഈ പറയുന്ന 8 ലക്ഷം രൂപ അതിന് ഞാൻ സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ മറ്റേ ഡീസലിനും പെട്രോളിനും അല്ലെങ്കിൽ വണ്ടി ചെലവ് അതൊക്കെ നമുക്ക് പോട്ടെ, അംഗീകരിക്കാം. അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. വളരെ 7 ലക്ഷം രൂപയോ 8 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് വല്ലതും പോയതാണോ അതോ ഇന്ത്യക്ക് വെളിയിലേക്ക്? എനിക്കറിയത്തില്ല. ഈ 7 ലക്ഷം പോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ സ്പീഡ്, മൈലേജ് ഇതൊക്കെ കണക്കാക്കി 7 ലക്ഷം രൂപയുടെ പെട്രോൾ അടിച്ചു വന്നിരിക്കട്ടെ. പക്ഷെ ഒരു ദിവസത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ കട്ടിൽ എന്തിനാണ് എന്ന് എനിക്കറിയത്തില്ല. സുഖമായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചൂരമീൻ പറ്റാത്തതുപോലെ വല്ല തടിക്കട്ടിലൊന്നും പറ്റില്ലായിരിക്കും. മറ്റെന്തെങ്കിലും പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച കട്ടിലോ മെത്തയോ ഒക്കെ ആയിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത്, അറിയില്ല. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ ചുരുക്കം പേരാണ്, നമുക്കറിയുന്ന കാര്യമാണ്. ഈ ചുരുക്കം പേർക്ക് വേണ്ടി ചെലവായ തുകയിൽ മറ്റു ചില കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് റിസോർട്ടിലും ഹോട്ടലിനും ഒക്കെയായി നൽകാനുള്ള പണത്തിന്റെ കണക്ക്. കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ 12,88,168 രൂപ ഇനിയും കൊടുക്കാനുണ്ട്. കടമാണ് കേട്ടോ.
അതുപോലെ ഗവൺമെന്റ് എക്കോ ലോഡ്ജിൽ 39,000 രൂപ, ഗ്രീൻഫീൽഡ് കുമരകം 1,85,131, ഗസ്റ്റ് ഹൗസ് തിരുവനന്തപുരം 15,800. അല്ല ഈ കണക്കുകൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇങ്ങനെ വായിക്കേണ്ടിയിരിക്കും. അതായത് അല്ല, കടമായി കിടക്കുന്നതാണ്. ഇതിനകത്ത് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനോട് ദേവസ്വം ബോർഡ് ഇതിന് ഉത്തരം പറയണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൈസ എല്ലാം ചിലവഴിച്ചത്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഒന്നും ആലോചിച്ച് നോക്കോ, നടക്കാത്തൊരു ഭജന, ആ നടക്കാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്. ആരാണ് വാങ്ങിച്ചത്? സംസ്ഥാന സർക്കാർ. അതെ, ഈ പറയുന്ന നിന്നും പണം എടുത്തോണ്ട്, അതായത് ഈ ഭജനയൊക്കെ നടത്തിയിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും പൊതുജനം അറിയും, അല്ലെങ്കിൽ ജനങ്ങൾ അറിയും എന്നുള്ളത് ഇവർ അറിഞ്ഞില്ലേ? അല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണെങ്കിൽ കുഴപ്പമില്ല. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടല്ല, ഇത് ദേവസ്വം ബോർഡിന്റെ ഫണ്ടാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുന്ന പൈസയാണിത്, അല്ലെങ്കിൽ അവർ വഴിപാടിന് കൊടുക്കുന്ന പൈസയാണിത്. അതിൽ നിന്നാണ് 8 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. ഏറ്റവും അവസാന കാലഘട്ടമായി ഇനി കൈയിട്ട് വരാൻ സാധിക്കില്ല, അതിനേക്കാൾ നല്ലത് ഇറങ്ങി പോകും. ഖജനാവിൽ കൈയിടാൻ കാശില്ല, ഖജനാവിൽ കൈയിടാൻ കാര്യമില്ല. കാശുള്ളടത്തൊന്നും എടുത്തിട്ട് 7 ലക്ഷം രൂപയുടെ 8 ലക്ഷം രൂപയുടെ പെട്രോൾ അടിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കടം കയറി മുടിയാറായപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ദേവസ്വം ബോർഡിൽ നേരിട്ട് കൈയിട്ട് വരാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം. അന്ന് തന്നെ വന്ന വലിയൊരു വാർത്തയായിരുന്നു ഫ്ലെക്സ് വെക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവാക്കിയാണ് ഫ്ലെക്സ് വെച്ചേക്കുന്നത്. ഇവിടെ കേരളത്തിലെ ജനങ്ങളൊന്നും ഫ്ലെക്സ് കണ്ടിട്ടില്ലേ? അല്ല, പ്രമോഷൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 3.5 ലക്ഷം രൂപ മുതൽ 4-4.5 ലക്ഷം രൂപ വരെ ചെലവാക്കിയ ആളുകളാണ്. അപ്പൊ പിന്നെ നമുക്ക് അത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ഒരു കോർണർ സോഫ വാങ്ങുന്നത് 65,000 രൂപയുടെയാണ്. അപ്പൊ ഇതൊക്കെ എന്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ മുഖ്യമന്ത്രി ഇപ്പോ നവകേരള യാത്ര നടത്തിയതിനു ശേഷം എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി കൊണ്ടുപോയിട്ടുള്ള ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കുന്നത്. ഏത് മ്യൂസിയത്തിലാണ് ആ ബസ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പോയി കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും യാത്ര ചെയ്ത ബസ്സല്ലേ? മ്യൂസിയത്തിൽ വെക്കുമ്പോൾ നമുക്കൂടെ പോയി കാണണ്ടേ? ഏതോ ഷെഡിൽ കിടപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പദ്ധതികൾ കൊണ്ടുവരിക. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം CPM-ന് പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് മാത്രം മതി CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട്. CPM അതിനെല്ലാം വേണ്ടിയിട്ട് പഴയ കാലഘട്ടത്തിലേക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് യഥാർത്ഥത്തിൽ ആരാണ് അറിയാൻ വേണ്ടിയിട്ട് വലിയ വലിയ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ഒരു ഫോട്ടോ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടതിന്റെ പേരിൽ SIT ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടായി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, എന്തു തന്നെയാണെങ്കിലും ശബരിമലയിൽ CPM നല്ലൊരു കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇനിയും പുറത്തു വരാനിരിക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം വലിയൊരു കച്ചവടത്തിന്റെ മറ്റൊരു ഭാഗങ്ങളായിരിക്കാം. നമുക്കറിയാത്ത എന്തെല്ലാമോ ഒരു വലിയ കച്ചവടം ശബരിമലയിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്.